ഇനി ഇത് പറഞ്ഞിട്ട് കേസും കാര്യങ്ങളും വരുവല്ലേ കേട്ടാ നമ്മൊന്നും പറഞ്ഞിട്ടില്ല ഇവനാണേ മനോജ് കെ ജയൻ പണ്ടത്തെ ചങ്കാവ് അറിയില്ല പുതിയതാണ് അറിയില്ല BGM രസമുണ്ട് അതിലാണ് മെയിൻ സംഭവം. പിന്നെ നമ്മളെ പയ്യന്നൂരിന്റെ സ്വന്തം അനശ്വര രാജൻ. വീണ്ടും നമ്മൾ ഞാൻ പറയാൻ ആദ്യം. അപ്പൊ അടുത്ത ത്രില്ലർ പടം ഞാൻ ഊതിനി അതിനൊന്നുമില്ല. അടുത്ത ത്രില്ലർ പടം എല്ലാം ത്രില്ലറിനല്ലേ കഴിഞ്ഞ ഐഡന്റിറ്റിയാ അതന്നല്ലേ ഐഡന്റിറ്റി. അതിനുശേഷം എന്താ അടുത്ത ആഴ്ച ത്രില്ലർ കാണാൻ നല്ല രസം. രേഖ ചിത്രം ഡയറക്ടർ ജോഫിൻ ടി ചാക്കോ പുതിയ ഡയറക്ടറാ അറിയില്ല പുതിയതാണ് അറിയില്ല ഇത് ഡയറക്ടർ ആരാന്ന്. അപ്പൊ ആസിഫ് അലി പിന്നെ അനശ്വര രാജൻ ഇത് ആറാട്ടം പിന്നെ ഐഫോൺ 6s അൺബോക്സ് ചെയ്യുന്ന പേര് വായിന്ന് വരുന്നുണ്ട്. ആ ഫോണില്ല നോക്കിയാ പോരെ തിരിയൂലേ. മനോജ് കെ ജയൻ അത് ഇതാക്ക് കേരളത്തിലെ ഫസ്റ്റ് ഐഫോൺ അൺബോക്സിംഗ് അത് എവിടുന്നോ പുറത്തുനിന്ന് കൊണ്ടുവന്നത് എനിക്കൊന്നും അപ്പൊന്ന് ഇന്ത്യയിൽ ഉണ്ടാവൂല അല്ലെ ഇറങ്ങൂല. അപ്പോ പടം എങ്ങനെയുണ്ട്? പടം എല്ലാ ത്രില്ലർ പടം ഒരേ നമുക്കല്ലേ ഒരു ടോണും തന്നെ. ഇതിന്റെ ഇതാണ് ഇതെന്താണ് BGM രസമുണ്ട് അതിലാണ് മെയിൻ സംഭവം. പെട്ടെന്ന് പേടിപ്പിക്കല്ലേ ഇടക്കിടക്ക് വന്നിട്ട് ഒരു ഇതുണ്ട് ഗൺഷോട്ട് പാട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പാട്ടുണ്ട് ഉണ്ട് ചെറിയ അങ്ങനെ പാട്ട് കൊമേഴ്ഷ്യൽ പടം പോലെ ഫീൽ ചെയ്യില്ല പാട്ട്. അതില്ല ഒരു ഇന്ന് ത്രില്ലർ പടം എങ്ങനെ ഉണ്ടാവും അതുപോലെ അല്ലേ നോർമൽ മലയാളം നടന്ന കഥയാന്നെല്ലാം പറയുന്നുണ്ട്. അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് അറിയില്ല. നോർമൽ ഇത് ഇങ്ങനെ ഒറ്റടിക്ക് പറയുകയാണെങ്കിൽ നോർമൽ മലയാളം ത്രില്ലർ പടം പണ്ടേ ഇല്ലോട്ട് അങ്ങനത്തെ എല്ലാം ഒരേ ഒരു ലാസ്റ്റ് ടൈം ഇങ്ങനെ ആവും അല്ലെ പിടിക്കൊന്നുമില്ല. അതുകൊണ്ടൊരു സമാധാനം. എല്ലാ സിനിമ അങ്ങനെ പിടിക്കൂ ലാസ്റ്റ് ത്രില്ലർ ആവുമ്പോ. എല്ലാത്തിലും പിടിക്കില്ല. പിന്നെ സല്യൂട്ട് പിടിച്ചിട്ടില്ല. സല്യൂട്ട് നമ്മളെ ദുൽഖറിന്റെ പക്ഷെ അത് വെറൈറ്റി ആണ്. ഞാൻ പറയുന്നത് ഈ ഒരു ഇതിൽ പെടൂല മലയാളത്തിൽ പെടൂല. അതൊരു ഫ്ലോ കളഞ്ഞു ലാസ്റ്റ് ആകുമ്പോ. പക്ഷെ അത് നല്ല രസമുണ്ട്. പിന്നെ ആസിഫ് അലി അത്യാവശ്യം നല്ല രസമുണ്ട്. ആസിഫ് അലിന്റെ കഴിഞ്ഞ പാട് വലിയൊരു ത്രില്ലർ അല്ലേ. അവനിപ്പോ അധികം ത്രില്ലറിൽ അഭിനയിക്കലും ഒരു ത്രില്ലർ സ്റ്റാർ ആയിട്ടൊക്കെ മാറും ആസിഫ് അലി. അല്ല നല്ല സ്റ്റോറി സെലക്ഷൻ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സമയത്ത് ഫുള്ള് ഡൗൺ ആണ്ടായി ആസിഫ് അലി. അങ്ങനെയില്ല ഇപ്പം ഒരിക്കൽ നല്ല പടം വരും പിന്നെ ഡൗൺ ആവും നല്ല പടം വരും ഡൗൺ ആവും. അല്ല അങ്ങനെ ഒരു പടം നല്ലതായി കഴിഞ്ഞാൽ പറയും ഓ ഹീസ് ബാക്ക്. അതുവരെ ഓൻ ബാക്ക് അല്ലേ. ഈ പുണ്യമിന്റെ മാർക്ക് പറയുമ്പോ ഈസ് ബാക്ക്. അതിന്റെ മുമ്പത്തെ പടം ജയ് ഗണേഷ് പക്ഷെ അത് ഇറങ്ങിയത് ഇപ്പൊ നിവിൻ പോളിയല്ലേ ഇപ്പൊ നല്ല പടം ഇറക്കിയാ പറയാ ബാക്ക് എന്നെല്ലാം പറയാം. ബാക്കിയുള്ളവരിങ്ങനെ ഒരു പടം വിജയിച്ചു. ഇപ്പൊ ദുൽഖർ ഇറങ്ങിയാ പറയാം ബാക്ക്. ദുൽഖറിനാടി പോയില്ല ഇല്ലല്ലോ. ദിലീപിന്റെ ആയിരിക്കും ബാക്ക് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ലാലേട്ടൻ കൊറേ പടം പൊട്ടി നേടി അത്യാവശ്യം നല്ല സിനിമ ബാക്ക്. പിന്നെ ആദ്യം ഒരു പടം പൊട്ടും പോയി ബാക്കൊക്കെ ഞാൻ കണ്ടിട്ടില്ല ഈ അടുത്തൊന്നും. ബാക്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പുള്ളി ഇപ്പൊ അടുത്ത സിനിമ ഇപ്പൊ വരും. അടുത്ത എമ്പുരാനല്ല അതിന്റെ മുമ്പേ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ പയ്യന്നൂരിന്റെ സ്വന്തം അനശ്വര രാജൻ. അനശ്വര രാജൻ അത്യാവശ്യം അല്ലെ നല്ല ആക്കിയിട്ടുണ്ട്. അനശ്വര രാജൻ നമ്മൾ ഇടുത്ത് തന്നെ അല്ലേ പയ്യന്നൂരാ. പണ്ട് കരിവള്ളൂരാണ്. ഞാൻ പണ്ട് ട്യൂഷന് പോകുമ്പോ ബസ്സിലെല്ലാം ഉണ്ടാവും. പക്ഷെ ആരും മൈൻഡ് ആക്കിയില്ല. ആ സമയത്ത് മറ്റേ ഏതൊരാ പടം അതിറങ്ങി ആ ടൈം തന്നെ 10 അല്ലേ. അന്ന് ഇവിടെ തന്നെ ഉണ്ടാവും. അന്ന് ഇവിടെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. എന്റെ ഒരേ റൂട്ട് ആയതുകൊണ്ട് അധികം നമ്മൾ പോകുന്ന ബസ് പണ്ടത്തെ ചങ്കാവ്. അല്ല ഞാൻ +1 പോയ സമയത്ത് അപ്പുറത്തെ ക്ലാസ്സിലാണ് ഉണ്ടായത്. ഇവന്റെ ഇത് ഞാൻ ആ സ്കൂളിൽ നിന്ന് പിന്നെ പോയി. അതുകൊണ്ട് ഇനി ഇത് പറഞ്ഞിട്ട് കേസും കാര്യങ്ങളും വരുവല്ലേ. ഞാനെ കുറിച്ച് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ലേ. പൈസ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. പിടിച്ച് കൊണ്ടുപോകും അല്ലേ. പിന്നെ ഈ മീഡിയക്കാര് അല്ലെ കിട്ടിയാ പോലെ തീർക്കും. എന്താ ഇങ്ങനെ കൊന്നു കൊല്ല വിളിക്കും
അല്ലെ? പക്ഷെ പരസ്യം കൊടുക്കട്ടെ അവരെ മേലെ പരസ്യം കൊടുക്കുന്ന സമയത്ത് തന്നെ പുള്ളിനെ പിടിച്ചോണ്ടെന്ന് സംഭവം ഇറക്കണം. ഇവർക്ക് എന്തോ ഇവർക്കിപ്പോ ഒരു ഇയാളെ പിടിച്ചോണ്ട് പോകുന്ന കാണിക്കുന്നു. അയാളെ ലോകം ഇല്ലതല്ലേ? അതന്നെ സ്പോൺസർ തന്നെ പിടിച്ചോണ്ട് പോകുമ്പോ ലോകം. ഇപ്പൊ ഇവർക്ക് എന്തെങ്കിലും സംഭവം കിട്ടിക്കഴിഞ്ഞാല് അവര് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ ഒരേ ചർച്ചയിൽ വിളിച്ചവര് വരെ ഇവരെ ഭാഗത്ത് കൂടി നിക്കുന്ന പറയുന്ന പോലെ പറയില്ല. ഇപ്പൊ 2 ദിവസമായിട്ട് ഇതന്നെ സംഭവം ഇടാ. അതെ, നമ്മ വ്യക്തിനെ ആരെ ഭാഗത്ത് നിക്കുന്നല്ല, ഇതൊരു കേസുള്ള കാര്യമാണല്ലേ ഈ പറഞ്ഞത്. ഇവിടെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെല്ലാന്നല്ലേ. അത് കോടതിയിലേക്ക് കേസ് പോയാൽ പിന്നെ അത് അങ്ങനെ വിടാം. പിന്നെ ഇവിടെ ചർച്ച, ഒരാളെ കുറിച്ച് ചർച്ച, മറ്റേ കുറ്റം കുറച്ച് കഴിയുമ്പോ ഇവര് പുറത്ത് ചെയ്യുമ്പോ എല്ലാം സാധാ പോലെ. ഈ ദിലീപിന്റെ സംഭവം അങ്ങനെ ഉണ്ടായത് അല്ലെ? എന്താ സംഭവം വരുമ്പോ ഇങ്ങനെ അതിങ്ങനെ കൊട്ടി ആഘോഷിക്കുക. കോടതിയിലേക്ക് വിടുന്ന പറഞ്ഞ പ്രതിയായിട്ടല്ല വിടുന്നത്. അല്ല കോടതി ഇത് ഇട്ടാലേ ഉത്തരവിട്ടാലും പ്രതിയാവുന്നത്. ഇത് അത് തീരുമാനിച്ചു മീഡിയക്കാരെ തീരുമാനിക്കല്ലേ. ഇവരങ്ങനെയല്ലേ? കേസ് മാത്രല്ല പറഞ്ഞ, മൊത്തത്തില് പറഞ്ഞ മൊത്തത്തിലാണ് ഈ കേസിന്റെ പറ്റി. ഇതെല്ലാം നമ്മളെ മുമ്പിൽ ഇല്ല കാര്യങ്ങളാണ് ഗായ്സ്. അപ്പൊ ഇത് സിനിമ ഒരു നോർമൽ പടാണ്, ഒരു നോർമൽ ഒരു നല്ല പടം. ഐഡന്റിറ്റി കണ്ടിട്ട് ബ്രോ നല്ല ഭയങ്കര നല്ല പറഞ്ഞത്. നമ്മക്കൊന്നും മനസ്സിലായിട്ടൊന്നുമില്ലേ? ഞാൻ പേടിച്ചിട്ട് സമയത്ത് ഇവന്റെല്ലാം കണ്ടിട്ട് ഞാൻ എനക്ക് മാത്രമാണ് തിരിയാത്ത. പിന്നെ ബാക്കിയുള്ള റെസ്പോൺസ് എല്ലാം കാണുമ്പോ എനിക്ക് തിരിഞ്ഞു ഇതെല്ലാവർക്കും ഇതേപോലെ. അതങ്ങനെ മോശമാണോന്നല്ല, അത് മോശമാന്ന് പറഞ്ഞിട്ടില്ല, ഒരു തിരിയാത്ത സ്റ്റോറി ടെല്ലിങ് ഒരു ഇതായിട്ടാ നമുക്ക്. ഇത് ജസ്റ്റ് ഇങ്ങനെ എടുത്തു പോകുന്ന നാട്ടുനടുപ്പ് ഇങ്ങനെ കാണിക്കും. അല്ല നാട്ടുനടുപ്പ് ഇങ്ങനെ കങ്കൊക്കെ ഓസ്കാർ കിട്ടുന്ന പറയുന്നത്. കങ്കുവും പിന്നെ ഏത് പാടൂല്ലേ? അതൊന്നും പറയില്ല എന്റെ കങ്കുവും പിന്നെ ഏത് പാടം? ആടുജീവിതം. അതില് ആടുജീവിതം എല്ലാം ഓക്കെ. ഇത് കങ്കു എങ്ങനെ ആഡ് ചെയ്യുന്ന എങ്ങനെയാന്നൊരു ഐഡിയ ഇല്ല. അവർക്ക് ഓർമ്മയില്ല അഭിനയിച്ച് അല്ലെ? നമ്മ കണ്ടിട്ട് നല്ല അഭിനയാണ് സൂര്യയില്. അഭിനയം മോശം. ലക്കി ഭാസ്കർ ദുൽഖറിനെ അഭിനയിച്ചിട്ടൊന്നുമില്ല പറഞ്ഞ മുണ്ടേ ആദ്യം പെർഫോമൻസ് അല്ലേ? ആ പടം നല്ലത് എങ്ങനെയാവുന്നത്? ദുൽഖറിന്റെ ഒരു 1 man ഷോ അല്ലേ? അതില് ദുൽഖറിന് വലിയ അഭിനയമൊന്നുമില്ല, എന്നിട്ട് പടം നന്നായി. അഭിനയല്ലേ അതിനെല്ലാം അഭിനയം പെർഫോമൻസ്. ഒരു സീൻ കണ്ടിട്ട് നമുക്ക് തോന്നില്ല ഇങ്ങനെ ഇതൊരു അതില് വേണ്ടതല്ലേ? അഭിനയമില്ലെന്ന് ആരും പറയും. അതില് നല്ല പെർഫോമൻസ് ഉണ്ടായതുകൊണ്ട് ആ പടം നല്ലതായത്. അല്ലെങ്കിൽ പെർഫോമൻസ് മാത്രം ഉണ്ടെങ്കിൽ പടം നല്ലപോലെ. പിന്നെ അതിലും മെയിൻ ആയിട്ടുള്ള ഒരാളല്ലേ ഇപ്പൊ ഒരു സിനിമ ജയിക്കുന്നത് അതാ നടന കാരണമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ആ നടന ഒരു പാർട്ടാണ് ആ സിനിമയിൽ ഒരു 1 man ഷോ സിനിമ, ഒരു 1 man ഷോ പോലെയാണ്. സ്റ്റോറി ലൈൻ ഇല്ലെങ്കിൽ അങ്ങനെയല്ല. വിജയിന്റെ സിനിമയിൽ എങ്ങനെയാണ്? വിജയ് ഉണ്ടായോണ്ട് മാത്രം അത് അത് മാർക്കറ്റിംഗ് എങ്ങനെയാണ്? മാർക്കറ്റിംഗ് എങ്ങനെയാണ്? വണ്ണം പോക്കെ ഒരു വർഷമായില്ലോ, അല്ലെങ്കിൽ ഒരു സിനിമയില്ലോ. അപ്പൊ അത് വിടൂല. എന്റെ കൈ വേറെ എടുക്കുന്ന വിടറാ. അപ്പം ഗായ്സ്, അപ്പൊ നമ്മളിനി അടുത്ത അത്യാവശ്യം അല്ല ഡൊമിനിക്, മമ്മൂട്ടിന്റെ ഡൊമിനിക്കും പിന്നെ മോഹൻലാലിന്റെ ഏതൊരാ സിനിമ തുടരും. ഇത് രണ്ടും അത്യാവശ്യം നല്ല സിനിമ. ഡൊമിനിക്ക് എനക്ക് ഒരു നോർമൽ പടമായിട്ടാ പോകുന്നത്. പക്ഷെ തുടരും ഒരു പഴയ ഒരു വിന്റേജ് മോഹൻലാലിന്റെ കാണുന്നുണ്ട്. ഡൊമിനിക്ക് നോർമൽ അല്ലെ? മമ്മൂട്ടി അങ്ങനെയല്ല, അത്യാവശ്യം നല്ല സിനിമ ചെയ്യുന്നുണ്ടല്ലേ? ഈ മോഹൻലാലിന്റെ പടവും അല്ലെ എമ്പുരാനും അടുപ്പിച്ചല്ലേ? ഈ സിനിമയിൽ ഉണ്ട് മമ്മൂട്ടിയുടെ. അങ്ങനെ പറഞ്ഞൂടാ ബ്രോ, എല്ലായിടത്തും അറിയാം. ഇല്ല എല്ലാരും പറഞ്ഞു. അപ്പൊ ഓക്കെ ഗായ്സ് അല്ലേ, ഇനിയിപ്പോ അടുത്ത ആഴ്ച അടുത്ത പടമായിട്ട് വരാം അല്ലേ? ബൈ ബ്ലൂ.